ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പാത്രങ്ങൾ കാണാം. ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് എൻ്റെ കിച്ചണിലേക്ക് മേടിച്ചതാണ്. ഇപ്പോഴാണെങ്കിൽ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും ഒക്കെ സെയിലൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് വിലക്കുറവിലൊക്കെ എല്ലാ പാത്രങ്ങളും കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഓരോന്നിൻ്റെ ആവശ്യങ്ങൾ, ഓരോന്നിൻ്റെ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു ദോശത്തവയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും പ്രസ്റ്റീജിൻ്റെയാണ്. ഇത് സ്പോൺസർഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. കാഷ്വൽ ആയിട്ട് മേടിച്ചാണ്. എപ്പോഴും ഞാൻ പ്രസ്റ്റീജിൻ്റെ പ്രോഡക്ട്സ് ആണ് മേടിക്കാറുള്ളത്. അപ്പോൾ ഇതും പ്രസ്റ്റീജിൻ്റെയാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ, എന്തുണ്ടാക്കാനും. പിന്നെ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഈസിയാണ്. ഇതിൽ സ്റ്റിക്ക് ചെയ്ത് പറ്റി പിടിക്കൊന്നുമില്ല. ഇത് 30 സെന്റിമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. പിന്നെ നമുക്കപ്പോൾ വലിയ ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല വലിയ ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണം എന്നും കൂടി കരുതിയിട്ടാണ് കേട്ടോ ഇത് മേടിച്ചത്. ഇതിപ്പോൾ നമുക്ക് ഗ്യാസിലും ഇൻഡക്ഷനിലും യൂസ് ചെയ്യാം കേട്ടോ. ബാക്കിൽ നോക്കിയറിയാം, ഇൻഡക്ഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടമാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ഹാൻഡിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നി. അധികം ഖനമൊന്നുമില്ല. അപ്പോൾ അവർ പറയണത് PFOA ഫ്രീ ആണ്, പിന്നെ മെറ്റൽ സ്പൂൺ ഫ്രണ്ട്ലി ആണെന്നൊക്കെയാണ് അവർ പറയണത്. പക്ഷെ നമ്മൾ മാക്സിമം മറ്റേ മരത്തിന്റെ ഇതുണ്ടല്ലോ, സ്പാച്ചുല ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യായിരിക്കും കുറച്ച് സേഫ്. ഇങ്ങനത്തെ നോൺ സ്റ്റിക് പാത്രങ്ങൾക്ക് എപ്പോഴും ഈ മരത്തിന്റെ വുഡൻ സ്പാച്ചുലാസ് ആണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് സ്ക്രബ്ബറാണ് കേട്ടോ നല്ലത്. നമ്മൾ മറ്റേ സ്റ്റീലിന്റെ സ്ക്രബ്ബേഴ്സ് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എല്ലാവർക്കും അറിയാലോ, ഇപ്പൊ നോൺ സ്റ്റിക് ഒക്കെ എല്ലാ ആളുകളും ഉപയോഗിക്കുന്നതാണ്. ക്ലീൻ ചെയ്യാൻ നല്ല ഈസി ആട്ടോ നോൺ സ്റ്റിക് ആയതുകൊണ്ട് തന്നെ. എനിക്ക് കൂടുതലും ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇരുമ്പിന്റെ ഇതാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തേക്കാം. അതും ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ കൂടുതലും ചപ്പാത്തി ഉണ്ടാക്കണം എന്നുള്ള പർപ്പസിനാണ് ഞാനിത് മേടിക്കുന്നത്. പക്ഷെ ദോശയും ഉണ്ടാക്കാം നമുക്കിതിൽ. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് ഈ ഒരു ഫ്രൈയിങ് പാൻ ആണ് കേട്ടോ. ഇതിൽ ഫ്രൈ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് നല്ല വലിപ്പമുള്ള ഫ്രൈയിങ് പാൻ ആയതുകൊണ്ടാട്ടോ ഞാനിത് മേടിച്ചത്. എൻ്റെ കയ്യിൽ ചെറിയ ഫ്രൈയിങ് പാൻ ആയിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറേ ഐറ്റംസ് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. ഇത് ഹാർഡ് അനഡൈസ്ഡ് ബോഡിയാണ് ഇതിൻ്റെ. ഇത് ആ ഒരു മെറ്റീരിയൽ നമുക്കിപ്പോൾ എല്ലാം കിട്ടുമല്ലോ. ഇപ്പോൾ കുക്കർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ഉണ്ട്. പിന്നെ 6 ലെയർ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് എന്നാണ് പറയണത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ പാൻ ആയതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഒരുമിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതും ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ബോട്ടാണ് കേട്ടോ. ഇത് 2.6 ലിറ്ററിൻ്റെയാണ്. നല്ല ഉള്ളിലേക്ക് ഒരുപാട് അത്യാവശ്യം കുഴിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മുക്കിയിട്ടൊക്കെ എണ്ണയിൽ മുക്കിയിട്ടൊക്കെ വറുക്കണമെങ്കിൽ വറുക്കാം കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം കുറച്ച് കുക്കിംഗ് ഓയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അതിൽ നിന്ന് ആവി വരുന്ന പോലെ ഒന്ന് ചൂടാക്കിയിട്ട് അതിനുശേഷം ആറിക്കഴിയുമ്പോൾ തണുത്തിട്ട് പിന്നെ നമ്മൾ നോർമൽ യൂസിന് ഉപയോഗിക്കാമെന്നാണ് കേട്ടോ കടയിൽ നിന്ന് ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡിൽ സ്റ്റീലിന്റെ ആണെങ്കിലും നമ്മുടെ കൈയൊന്നും പൊള്ളില്ല കേട്ടോ. ഇതിന് ചെറിയൊരു ചൂട് വരേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇതിൽ പിടിക്കാം ഇത് അടുപ്പിലിരിക്കുന്ന സമയത്ത്. ഇത് 2 years വാറണ്ടി അവർ പറയുന്നുണ്ട്. ഇതിന്റെ ഉള്ളില് ഗ്രാനൈറ്റിന്റെ കോട്ടിങ് പോലെ ഉണ്ട്, ഒരു ചെറിയ അതുപോലെ. ഇത് ഞാൻ നല്ല ഓഫറിലാട്ടോ മേടിച്ചത്. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. അടുത്ത ഈ ഒരു കടായി ആണ് കേട്ടോ. ഇത് 2.1 ലിറ്ററിന്റെ ആണ്. ഇത് സ്റ്റീലിന്റെ ആണ്. ഇതിന്റെ ചെറിയൊരു മോഡലും ഉണ്ടായിരുന്നു കേട്ടോ, ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുത്. നല്ല അത്യാവശ്യം നല്ല കനം ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. 15 years വാറണ്ടി ആണ് പറയണത്. നല്ല 2 ഹാൻഡിലും ഉണ്ട് ഇതിന്. പിന്നെ ഇതിന്റെ ഏറ്റവും എനിക്ക് ഗുണമായിട്ട് തോന്നിയത് ഈ ലിഡാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഈ ലിഡ് വരണോണ്ട് നമുക്ക് അത്യാവശ്യം കറികളും ഒക്കെ ഇതിൽ ഉണ്ടാക്കിയെടുക്കാം. വേറെ ലിഡൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട വരില്ല. ഇതിന്റെ ലിഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഈ ഒരു കാസറോളാണ് കേട്ടോ. കാസറോൾ എന്നാണ് അവർ പറയണേ, പക്ഷെ നമുക്ക് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് നല്ല കറികളൊക്കെ വെക്കാനായിട്ട് നമുക്കിത് എടുക്കാം. ഇതും ഹാർഡ് അനോഡൈസ്ഡ് കുക്ക് വെയർ ആണ് കേട്ടോ. അപ്പൊ നോർമൽ നോൺ സ്റ്റിക്ക് അല്ല ഇത്. പിന്നെ ഇതിന്റെ ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ഡിഷ് വാഷറിൽ വെക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നോൺ സ്റ്റിക്ക് പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ കൂടെ അതിന്റെ ഒപ്പം തന്നെ നല്ല ലിഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഗ്ലാസിന്റെ ലിഡാണ്. നല്ല തിക്ക് ബോഡിയാണ് കേട്ടോ ഇതിന്റെ. പിന്നെ ഹാൻഡിലാണെങ്കിലും നമുക്ക് ചൂടൊന്നും അടിക്കാത്ത രീതിയിലുള്ളതാണ്.
മെറ്റൽ സ്പൂൺ ഫ്രണ്ട്ലി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് കൂടുതൽ സേഫ്റ്റിക്ക് ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള സ്പൂൺസ് ഒക്കെ ഉപയോഗിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. 5.7 ലിറ്റർ വരെ ഇതിന് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം കറികളൊക്കെ ഇതിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പൊ കറി വെക്കാനും പായസം ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. 2 years വാറന്റിയാണ് ഇതിന് കമ്പനി പറയുന്നത്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഭംഗി കാരണം കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സെർവിങ് ഡിഷിലേക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ഇതിലെ സെർവ് ചെയ്യാവുന്നതാണ്. കാരണം കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കറിയൊക്കെ വെക്കാൻ കുറച്ച് വലിയ പാത്രം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മേടിക്കാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പമാണ് കേട്ടോ. അപ്പം എൻ്റെ അപ്പച്ചട്ടിയുടെ ഇതൊക്കെ സ്ക്രാച്ച് വീണെല്ലാം നോൺ സ്റ്റിക്ക് കുറച്ചൊക്കെ പോയി തുടങ്ങി. അപ്പം ഞാനത് റീപ്ലേസ് ചെയ്യാനായിട്ടാണ് പുതിയൊരു അപ്പച്ചട്ടി മേടിച്ചത്. ഇതും പ്രസ്റ്റീജിൻ്റെ ആസ് യൂഷ്വൽ നമുക്കറിയാലോ, പ്രസ്റ്റീജിൻ്റെയാണ്. 20 സെന്റിമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ഡയമീറ്റർ. അപ്പച്ചട്ടിയൊക്കെ പിന്നെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അപ്പച്ചട്ടി ഇപ്പം മാറ്റണം തോന്നുകയാണെങ്കിൽ ഇത് മേടിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് സ്ക്രബ്ബറും വരുന്നുണ്ട്. ഇത് നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും പ്ലാസ്റ്റിക് സ്ക്രബ്ബർ വേണം യൂസ് ചെയ്യാനായിട്ട്, നോൺ സ്റ്റിക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ലിഡും വരുന്നുണ്ട്. ഞാനിപ്പോ ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്നതും പ്രസ്റ്റീജിന്റെ തന്നെയായിരുന്നു അപ്പച്ചട്ടി. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3-4 കൊല്ലം എന്തോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അത്ര ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ നോൺ സ്റ്റിക്കിന്റെ ആയതുകൊണ്ട് മാക്സിമം നമ്മൾ എത്ര സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമുക്ക് എത്ര നാളത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. ഇത് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, എന്തെങ്കിലും ഫ്രൈ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. നല്ല കുഴിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പപ്പടം കാച്ചാനോ അല്ലെങ്കിൽ മീൻ വറുക്കാനോ ചിക്കൻ വറുക്കാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നല്ല ഹാൻഡിലാണെങ്കിലും ചൂടൊന്നും അടിക്കാത്ത രീതിയിലുള്ള ഹാൻഡിലാണ്. ഞാൻ സാധാരണ 2 രീതിയിൽ അപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ ദോശത്തവയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഞാൻ ഷോർട്സിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എൻ്റെ ഒരു ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ആളുകൾ അങ്ങനെയായിരിക്കും ഉണ്ടാക്കുക. അപ്പൊ നമുക്കിങ്ങനെ ഇതിലിട്ട് ചുറ്റിച്ച് സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പച്ചട്ടി ആയിരിക്കും നല്ലത്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നല്ല ഓഫറും സെയിലും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് നിങ്ങൾക്ക് ഓഫറിലൊക്കെ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു ദിവസത്തെ കുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് കുക്കറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അലൂമിനിയത്തിന്റെ കുക്കറുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ സ്റ്റീലിന്റെ കുക്കറിലേക്ക് മാറി. കാരണം ഡിഷ് വാഷർ വാങ്ങിയതിന് ശേഷം ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ളത് സ്റ്റീലിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ 2 കുക്കറിന്റെ ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ മേടിച്ചത്. ഇത് 3 ലിറ്ററും അതുപോലെ ഒന്ന് 5 ലിറ്റർ ആണെന്ന് തോന്നുന്നു, നോക്കട്ടെ കേട്ടോ. 5 ലിറ്റർ. അപ്പൊ 5 ലിറ്ററും 3 ലിറ്ററിന്റെയും ഒരു സെറ്റായിട്ട് ഞാൻ ഒരുമിച്ച് മേടിച്ചതാണ്. അപ്പൊ സ്റ്റീലിന്റെ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. എന്റെ ക്വാളിറ്റി വൈസ്, കാരണം അലൂമിനിയത്തിന്റെ ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലായി രണ്ടും തമ്മിലുള്ള. ലീക്ക് പ്രൂഫ് ആണ്. പിന്നെ ഇതിന്റെ മുകളിൽ ഇതുപോലെ ഇത് വന്നേക്കണോണ്ട് നമുക്ക് പുറത്തേക്ക് ഇപ്പൊ എന്തെങ്കിലും നമ്മള് പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് പുറത്തേക്ക് വന്നാലും ഇത് ഒരുപാട് ഇങ്ങനെ താഴേക്ക് വീഴാനുള്ള ചാൻസ് കുറവാണ്. ഈ ഒരു പ്രഷർ ഇൻഡിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളില് ഇപ്പൊ പ്രഷർ നിറയുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ. പിന്നെ നമ്മൾ തുറക്കാൻ നേരത്ത് ഇത് താഴേക്ക് പോയതിനു ശേഷം മാത്രമേ നമ്മൾ തുറക്കാൻ പാടുള്ളൂ. അപ്പൊ അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നി. നമുക്കറിയാലോ പ്രഷർ കുക്കർ എത്രത്തോളം അപകടമുള്ള ഒരു കാര്യമാണെന്നുള്ളത്. പ്രഷർ എല്ലാം പോയതിനു ശേഷം മാത്രമേ അപ്പൊ നമ്മൾ തുറക്കുള്ളൂ. പിന്നെ ഇതാണെങ്കിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ കുക്കർ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആട്ടോ. 5 ലിറ്ററിന്റെ എന്ന് പറയുമ്പോൾ ഒരു 3 പേരൊക്കെ ഉള്ള വീട്ടിലേക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഹാൻഡിലാണെങ്കിലും ഇവിടെയും ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കത് പിടിച്ചെടുക്കാനും നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഇതാണെങ്കിൽ ചെറുത്, ഇതിന്റെ ഉള്ളില് നമുക്ക് അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വേവിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാം. കുറച്ച് ചോറ് വെക്കാന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. 3 ലിറ്ററിന്റെ അലൂമിനിയത്തിന്റെ ആകുമ്പോൾ നമുക്ക് ഡിഷ് വാഷറിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാനിപ്പോ ഇത് ഡിഷ് വാഷറിൽ വെച്ച് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. എന്നാലും അതിന് യാതൊരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. അത് കാരണം പ്രസ്റ്റീജിന്റെ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. ഇത് 3 ലിറ്ററിന്റെയും അതുപോലെ 5 ലിറ്ററിന്റെയും കൂടി കോംബോ ഓഫറിലാണ് ഞാൻ മേടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഡിസ്കൗണ്ട് വരുന്നുണ്ടായിരുന്നു. സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പുതിയതായിട്ട് എന്റെ കിച്ചണിലേക്ക് മേടിച്ച ഐറ്റംസ് കേട്ടോ. നമ്മളിപ്പോ ഡെയിലി ഒരേ രീതിയിലുള്ള കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ പുതിയ ചില പാത്രങ്ങൾ വരുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ പ്രോഡക്ട്സും ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മേടിച്ചാൽ മതി കേട്ടോ. അതും കൂടി ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. എല്ലാം പ്രസ്റ്റീജിന്റെ പ്രോഡക്ട്സ് ആണെന്ന് കരുതിയിട്ട് സ്പോൺസേഡ് വീഡിയോ അല്ല. ഞാൻ റാൻഡമായിട്ട് മേടിച്ച പ്രോഡക്ട്സ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്കായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.